ഇന്ന് ഇതേ രാവിലെ തന്നെ ഇന്ന് അവിട്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതേ രാവിലെ തന്നെ ഞാൻ ചേട്ടനെ കൂട്ടാനായിട്ട് പോവുകയാണ് കേട്ടോ. ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വരുവാണ്. കാരണം വർക്കൊക്കെ ആയിട്ട് ഓണമൊക്കെ ചെന്നൈയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ എത്തും. അപ്പോൾ കൂട്ടാനായിട്ട് ഞാനും ശിഖയും കൂടെയാണ് രാവിലെ പോയത് കേട്ടോ. രാവിലെ നല്ല മഴയൊക്കെ ആയിരുന്നു. നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല പറ്റിയൊരു മൂഡായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ ഞങ്ങൾ പട്ടത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ശിഖയ്ക്ക് പുറത്തിറങ്ങാൻ വയ്യ, മഴ പെയ്യുന്ന അങ്ങനെ ആകെ ഒരു മഴയുടെ ഒരു ഇതിൽ നമുക്ക് പുറത്തിറങ്ങാൻ തോന്നാത്തതുകൊണ്ട് കോഫി കുടിച്ചില്ല കേട്ടോ. കോഫി കുടിക്കാതെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അച്ഛൻ വന്നിട്ട് കുടിക്കാന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ നല്ല മഴയായിരുന്നു, പട്ടത്ത് നല്ല മഴ ഉണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ ആസ്വദിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ ഒന്ന് തോർന്നതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോയി. കാരണം 9:20 ട്രെയിനാണ് വരുന്നത്. വന്നു കഴിഞ്ഞാലും അവിടെ നല്ല തിരക്കാണ്. നമുക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് ഒത്തിരി നേരം നിൽക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു ടൈം ആയ ആൾ പുറത്തേക്ക് വരുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. ലഗേജ് ആണെങ്കിൽ നമുക്ക് ഓടിപ്പോയി പിടിക്കാനോ എടുത്ത് വെക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. കാരണം അവിടെ പാർക്ക് ചെയ്ത് ഒത്തിരി നേരം നിൽക്കാനൊന്നും പറ്റത്തില്ല, തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം തന്നെ ചേട്ടൻ തന്നെ എല്ലാം എടുത്തൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വന്ന് പോത്തങ്കോട് വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് റെഡിയായി. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പാർലറാണ് അശ്വതി. നമ്മുടെ അശ്വതിയെ നേരത്തെ ഉള്ള വീഡിയോയിൽ എപ്പോഴെങ്കിലും കണ്ടു കാണും കേട്ടോ. നമ്മുടെ നേഹയുടെ പ്യൂബേർട്ടി സെറിമണിക്ക് നേഹ റെഡിയാക്കിയതൊക്കെ അശ്വതി ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യും പുള്ളിക്കാരി. ഒത്തിരി വർഷമായിട്ട് ഈ ഒരു പ്രൊഫഷനിൽ ഉള്ളതാണ്. പക്ഷേ വീട്ടിലുണ്ടായിരുന്ന പാർലറിനെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ സൗകര്യാർത്ഥം നമ്മുടെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പുതിയൊരു തുടക്കം കൂടിയാണ്. അപ്പോൾ ആളിന് ഓൾ ദ ബെസ്റ്റ് പറയുകയാണ് കേട്ടോ. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി അധികം സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് അശ്വതിക്ക് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ